ഗൈസ് എല്ലാവർക്കും വാൻഡ്രി കേരളൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇൻട്രോ ഒക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഏകദേശം ഒരു വർഷമാവാറായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ന്യൂയോർക്കിലാണ്. സാധാരണ ഫ്ലോറിഡയിലത്തെ വീഡിയോസൊക്കെയാണ് നമ്മൾ ഇടാറ്. പക്ഷേ ഇന്നിപ്പോൾ ഒരു 2 ദിവസത്തെ വെക്കേഷനായിട്ട് ഞങ്ങൾ ന്യൂയോർക്കിൽ വന്നേക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് ബാസി മച്ചാനാണ്. മച്ചാൻ്റെ വീട്ടിലേക്കാണ് നമ്മളിവിടെ ന്യൂയോർക്കിൽ വന്നത്. ഇനി ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് പോകണം. അപ്പോൾ മച്ചാൻ്റെ വീടൊക്കെ ഇവിടെയാണ്. പിന്നെ ഹലോ ചേട്ടൻ, ആൽവിൻ, ശ്രീഹരി ചേട്ടൻ. ഇനിയിപ്പോൾ എന്താ പ്ലാൻ ഹലോ ചേട്ടാ? ആദ്യം വണ്ടി കയറുക, അതാണ് ആദ്യത്തെ പ്ലാൻ. നല്ല നടപ്പാണ്. പിന്നല്ല നിന്റെ ഇൻട്രോ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ സെയിം ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ആലോഷൻ്റെ ചാനലിൽ വാൾക്ക് അറൗണ്ടിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി സിറ്റിയിലേക്ക് പോവാണ് എല്ലാവരും കൂടെ. അപ്പോൾ ബ്രോ ബൈ. ഓക്കെ, സൗണ്ട് കുറവാണല്ലോ. അതല്ല ഇതാണ് നമ്മളെടുത്ത റെൻ്റേ കാറ്. പക്ഷേ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കടയ്ക്ക് വന്നേക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെൻ്റേ കാറിൽ ഫോൺ ഹോൾഡർ ഇല്ല. അപ്പോൾ ആ ഹോൾഡർ വെക്കണം. അതല്ലെങ്കിൽ ഇത്രയും ഡ്രൈവ് ചെയ്യണതല്ലേ, അത് കയ്യിൽ പിടിച്ച് മാപ്പ് നോക്കി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ടാസ്ക്കാണ്. അപ്പോൾ ഈ സ്റ്റോപ്പ് ആൻഡ് ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വാൾമാർട്ടൊക്കെ പോലെ ഫോണിൻ്റെ ഹോൾഡർ കാര്യങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സോ ആദ്യം അത് വാങ്ങാൻ വിചാരിച്ചു. ഒട്ടുക്കത്തെ തണുപ്പാടാ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാ. ഷർട്ട് ഓടി ചാടി ഇറക്കുന്നില്ല. 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇത് ആക്ച്വലി ഒരു പച്ചക്കറി മാർക്കറ്റ് കേട്ടോ. 1.99 സവാള, ആപ്പിള്, കുറേ സാധനങ്ങളുണ്ട്. കുറേയൊക്കെ ഔട്ടായി. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് കിട്ടും. പാക്ക് ചെയ്ത് വെച്ചാൽ എന്നൊക്കെ നല്ല കാശാട്ടോ. നമുക്ക് തന്നെ വാങ്ങാൻ തോന്നും. ഈ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഇതിൽ ഇത് ചെയ്തിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു ടർക്കിയുടെ ബർഗറും അതുപോലെ തന്നെ ചിക്കൻ ബർഗറും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ അത് എടുത്തുകൊണ്ട് വന്ന് കട്ട് ചെയ്യുന്നതാണ്. ഏതിനൊക്കെ ബന്ധിക്കുന്നത്? ന്യൂയോർക്കിന്. ഇതെത്ര ലെങ്ത് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറാൻ പോകും. അതായത് ആ എഡ്ജിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ന്യൂയോർക്കിൻ്റെ ഒരു കിടിലൻ വ്യൂ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ എഡ്ജ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. കിടിലൻ ബിൽഡിങ്ങോടാ, ഒരു രക്ഷയില്ല. ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് ഒരു മൂത്രപ്പര കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ എഡ്ജ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിലേക്ക് പോകണം കേട്ടോ. അതായത് ഏറ്റവും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ പോകണേ. അവിടെ വന്നു കഴിഞ്ഞാൽ ന്യൂയോർക്കിൻ്റെ ഏകദേശം ഒരു പകുതി നമുക്ക് കാണാനായിട്ട് വരും. അടിപൊളിയായിരിക്കും. എത്ര ബിൽഡിങ്ങാണ്, എത്ര. അതാണ് എഡ്ജിലേക്ക് പോകാനായിട്ടുള്ള ലിഫ്റ്റ്. നല്ല സ്പീഡായിരിക്കും അല്ലേ. വ്ളോഗും കണ്ടുപിടി. മുജി ഇവിടെ കിയോസ്ക് വെച്ചിട്ടുണ്ട്. കിയോസ്കിൽ നിന്ന് എഡ്ജിൻ്റെ ടിക്കറ്റ് എടുക്കാം കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം പറ്റുമെങ്കിൽ നമ്മൾ ഓൺലൈൻ എടുക്കാം. നമ്മൾ ഓൺലൈൻ എടുത്തില്ല, നേരെ ഇവിടെ നിന്ന് കിയോസ്കിൽ നിന്ന് എടുക്കണം.
ഒരാൾക്ക് വരുന്നത് ഏകദേശം $42. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഈ ടിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്തു. അപ്പോൾ ഒരു എൻട്രൻസ് നമുക്ക് പാസ് ചെയ്തോളാൻ പറഞ്ഞ് ഇവിടെ വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് മേ ബി ലിഫ്റ്റ് ആയിരിക്കും ഏറ്റവും മേളിലേക്ക്. ഫുള്ള് ഇരുട്ടാണല്ലോ. നമ്മളെത്തി. അയ്യോ ഇത് കണ്ടിട്ട് പേടിയാണ്. വ്യൂ $42. ഈശ്വരാ, നമ്മള് മറ്റേ പ്ലെയിനിൽ നിന്നൊക്കെ കാണുന്ന വ്യൂ, നമ്മള് മറ്റേ പ്ലെയിനിൽ നിന്നൊക്കെ കാണുന്ന വ്യൂ ഇല്ലേ, ഏകദേശം ആ വ്യൂ. Wow. എഡ്ജിന്റെ വ്യൂ പോയിന്റ് മോനെ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ന്യൂയോർക്കിലെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സ്ക്വയർ ആണ്. ഓൾമോസ്റ്റ് വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള US-ലൊരു സിറ്റിയാണ് ടൈം സ്ക്വയർ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് ശരിക്കും നമ്മൾ ടൈം സ്ക്വയറിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് നടക്കാനുണ്ട് ടൈം സ്ക്വയറിലേക്ക്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകളൊക്കെ. ഇതിൽ കുറേ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, കുറേ ഓഫീസുകളുണ്ട്, പിന്നെ ഒരുപാട് ജോലി കഴിഞ്ഞിട്ട് പോണ ആളുകളെയൊക്കെ നമുക്ക് ഇവിടെ കാണാം. നല്ല അടിപൊളി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ. പിന്നെ ക്രോസ് ചെയ്യലൊക്കെ കുറച്ച് ടാസ്ക്കാണ്. ഇങ്ങനെ വേണം ക്രോസ് ചെയ്യാനായിട്ട്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ നേരെ പോകണോട്ടോ. നേരെ പോയിട്ട് ഒരു 10 മിനിറ്റ് നേരെ നടന്നതിന് ശേഷം പിന്നെ റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഫുൾ ടൈം സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. അലോഷേട്ടൻ്റെ പുറകിൽ വരുന്നുണ്ട്, ആൽവിൻ അപ്പുറത്ത് കൂടെ വരുന്നുണ്ട്, ശ്രീഹരിചാരനാണ് ഇത് ഇവിടെ ഫ്രണ്ടിൽ പോണത്. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് മഞ്ഞ് പെയ്തു തുടങ്ങി. നല്ല തണുണ്ട്. ഒരു -1 ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. സ്നോഫോൾ ചെറുതായിട്ട് ഇന്ന് ഉണ്ടാവുമെന്ന് കാണിക്കുന്നുണ്ട് വെതറിൽ. ബിൽഡിങ്ങുകളൊക്കെ കിട്ടില്ല ആംബിയൻസ് ആട്ടോ. നൈസ്. ഭാഗത്ത് വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ പൊതുവേ ടൈം സ്ക്വയറിൽ നല്ല തിരക്കാണ്. ഇതിപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ടാണ് തിരക്ക് കുറവെന്നാണ് പറയണേ. മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല തണുത്തിട്ട്. പിന്നീട് അതൊക്കെ കറങ്ങാണ്. ഇതേ കുറേ പ്രാവും കൂട്ടോ ഓടിപ്പിച്ചാലോ. ഓ നോക്കി മേളിൽ പ്രാവിരിക്കണ കാഷ്ടിക്കാൻ അവിടെ. ടൈം സ്ക്വയറിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ ആയി തുടങ്ങിട്ടോ. കുറച്ചും കൂടി ക്രൗഡൊക്കെ ആയി തുടങ്ങി. കുറച്ചും കൂടി ആലോചനം അതിനും കൂടി വേറെ ഷോപ്പിലൊക്കെ കയറിയിട്ട് അപ്പുറത്തു കൂടെ വരുന്നുണ്ട്. റോഡിൻ്റെ അപ്പുറത്ത് കൂടെ 2 പേര് നടക്കണണ്ട. എന്താ സിറ്റി. ടൈം സ്ക്വയറിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, ബിൽ ബോർഡുകളാണ് നിറച്ച്. കുറേ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ. ഹലോ. മോനെ പൊളിച്ച്. വേറൊരു ലോകം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സൈറ്റ്മെന്റാ.
ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ടൈം സ്ക്വയറിലേക്കൊക്കെ വരാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ടൈം സ്ക്വയറിൽ. ദ സിറ്റി ദാറ്റ് നെവർ സ്ലീപ്സ് എന്നാണ് ഈ ടൈം സ്ക്വയർ അറിയപ്പെടുക. ഒരിക്കലും ഉറങ്ങാത്ത സിറ്റി. അപ്പോൾ എന്തായാലും നമ്മുടെ ന്യൂയോർക്കിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ബൈ.